മഹാസൂത്രക്കാരനായിരുന്നു വീരപ്പൻ എന്ന കർഷകൻ. മറ്റുള്ളവരെ പറ്റിച്ചു പണം സമ്പാദിക്കാനുള്ള അയാളുടെ ബിരുദം ഒന്ന് വേറെ തന്നെയാണ്. ഒരിക്കൽ വീരപ്പന് എവിടെ നിന്നോ 2 കാളക്കൊമ്പുകൾ കിട്ടി. അയാൾ അവ പാടത്തെ ചെടിയിൽ കുത്തി നിർത്തി. പിന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഒറ്റ നിൽപ്പ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അകലെ നിന്നൊരാൾ വരുന്നത് കണ്ടു. തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നുള്ള കണ്ടപ്പനായിരുന്നു അത്. അതാ വരുന്നു ഇന്നത്തെ ഇര. ഇയാളെ ഒന്ന് പറ്റിച്ചിട്ട് തന്നെ കാര്യം. അയ്യോ രക്ഷിക്കണേ, എൻ്റെ കാള നിലത്തു താണുപോയേ, ഒന്ന് പൊക്കിത്തരണേ. വീരപ്പൻ്റെ കരച്ചിൽ കേട്ട് മറ്റേയാൾ ഓടിയെത്തി. എന്നിട്ട് കാളക്കൊമ്പിൽ പിടിച്ചു വലിച്ചു. പെട്ടെന്നൊരു കൊമ്പ് ചെളിയിൽ നിന്നും ഊരിപ്പോന്നു. എടോ ദുഷ്ട, താൻ എൻ്റെ കാളയെ ചെളിയിൽ ചവിട്ടി താഴ്ത്തിയോ? മര്യാദയ്ക്ക് എൻ്റെ കാളയെ തന്നോ? ഇല്ലെങ്കിൽ വാ, നമുക്ക് ഇപ്പോൾ തന്നെ ന്യായാധിപൻ്റെ അടുത്തേക്ക് പോകാം. അത് കേട്ട കണ്ടപ്പനൊന്ന് ഞെട്ടി. ഹമ്പട സൂത്രക്കാരാ, ഇയാൾ ആൾ കൊള്ളാമല്ലോ. വെറും ഒരു കൊമ്പുകൾ നിലത്ത് കുത്തിവെച്ച് തന്നെ പറ്റിച്ചതും പോരാ, ഇപ്പോൾ കാളയെയും ചോദിക്കുന്നു. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. കണ്ടപ്പൻ വിചാരിച്ചു. വരൂ, നിങ്ങൾക്ക് ഞാനൊരു കാളയെ പകരം തന്നാൽ പോരെ? കണ്ടപ്പൻ ചോദിച്ചു. മതി മതി. വീരപ്പൻ സന്തോഷത്തോടെ അയാളുടെ പിന്നാലെ ചെന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ നിലത്തൊരു കയർ കിടക്കുന്നത് കണ്ടപ്പൻ കണ്ടു. ആ, കാളയെ ഞാൻ തരാം, ആ കയറിങ്ങെടുക്കൂ. കണ്ടപ്പൻ പറഞ്ഞത് കേട്ട വീരപ്പൻ ആ കയർ കയ്യിലെടുത്തു. അയ്യോ, ഇനി രക്ഷയില്ല, ഇപ്പോൾ താൻ തന്നെ കാളയെ കളഞ്ഞല്ലോ. കണ്ടപ്പൻ കോപം നടിച്ചു പറഞ്ഞു. കാളയോ? എവിടെ? വീരപ്പന് കാര്യം പിടികിട്ടിയില്ല. ഹോ, ആ കയറിൻ്റെ അറ്റത്തല്ലായിരുന്നോ എൻ്റെ കാള? ആഞ്ഞു വലിച്ചിരുന്നെങ്കിൽ അത് ഓടിപ്പോകില്ലായിരുന്നു. ഇനി എനിക്കൊന്നും ചെയ്യാനാവില്ല. അത്രയും പറഞ്ഞ് കണ്ടപ്പൻ ഒരൊറ്റ നടത്തം. വീരപ്പൻ ആകെ നാണിച്ചു പോയി.